ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൊഴുവ പീര പറ്റിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കുടംപുളിക്ക് പകരം നമ്മൾ ഇരുമ്പംപുളിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കൊഴുവ നല്ല വലിയ കൊഴുവ എനിക്ക് കിട്ടിയേക്കുന്നത്. അത് വെട്ടിക്കഴുകി അത് 1/2 കിലോ കൊഴുവ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇരുമ്പംപുളി ഞാൻ 4ആയിട്ട് മുറിച്ചത് ഒരു 20 എണ്ണം. പിന്നെ ചുമന്നുള്ളി ഒരു 10 എണ്ണം സ്ലൈസ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 10 എണ്ണം കീറിയത്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് 1/2 മുറി തേങ്ങ, ഒരു 5-6 പച്ചമുളക്, അത് എരിവിന് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം. എന്നിട്ട് ഈ പീര പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഇരുമ്പംപുളി നല്ല ഹെൽത്തി, ഒത്തിരി അയൺ കണ്ടൻറ്റ് ഉള്ളതാണ്. ഇപ്പോൾ കുടംപുളിക്ക് പകരം നമ്മളിപ്പം ഇരുമ്പംപുളി സീസൺ ആയതുകൊണ്ട് ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ലിസാസ് ഫ്ലേവേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടണും എല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുവേ. അപ്പോൾ നമുക്ക് മീൻ പീര പറ്റിക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുത്തു. അതിനകത്തോട്ട് കൊഴുവ എല്ലാം കൂടെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ ചട്ടിയിലിട്ട് കൊഴുവയായിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഒതുക്കി വെച്ച തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ നന്നായിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളി, വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം കൂടെ ചട്ടിക്കകത്തോട്ട് തന്നെ ഇടുക. എല്ലാം ആഡ് ചെയ്തു. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. ഇതിനധികം കുക്കിംഗ് ഇല്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ യോജിപ്പിക്കണം. ആ തേങ്ങയുടെ ടേസ്റ്റും പുളിയുടെ ടേസ്റ്റും മീനിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ കുക്ക് ചെയ്ത് വരുമ്പം നമുക്ക് പിന്നെ ഇളക്കാനൊക്കത്തില്ല. അതിന് മുമ്പ് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചത് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മൾ കലത്തിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. പുളി, മീൻ, അതിൻ്റെ ഒതുക്കിയ തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. അത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. മിക്കവാറും ആഡ് ചെയ്യേണ്ടി വരത്തില്ല. എന്ന് വെച്ചാൽ പുളിയുടെ വെള്ളം ഇറങ്ങും. മീഡിയം ഹീറ്റിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. മീൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതൊന്ന് അടപ്പ് വെച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കുടഞ്ഞിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. മൂടി മാറ്റി നമുക്കിതൊന്ന് കുടഞ്ഞെടുക്കണം. അത് അടിയിലൊന്നും പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ഇളക്കാൻ പറ്റത്തില്ല മീനായതുകൊണ്ട്. പിന്നെയും ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ഇതിനി മീൻ വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം പിന്നെയും ഒരു 6 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻ പീര റെഡിയാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ മീൻ പീര, പുളിയിട്ട് ഇരുമ്പംപുളി ചേർത്ത മീൻ പീര റെഡിയാവും. ഇപ്പം നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. ഇനിയിപ്പം കറിവേപ്പില ഞാൻ ആഡ് ചെയ്തു. ഇനി വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ ചുറ്റിച്ചങ്ങ് ഒഴിച്ച് വെക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.